നിന്നും പുറത്തുവരുന്ന പല വാർത്തകളും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. നിയമവും കോടതികളും എല്ലാം സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കി കഴിഞ്ഞു. ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ സംഘപരിവാർ പിടിമുറുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. പോലീസും കോടതികളും ഇതിന് കുടപിടിക്കുന്നു എന്നതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം. കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ വർഗീയ വിദ്വേഷത്തിന് ആഹ്വാനം ചെയ്യുന്ന വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ പോലീസ് പിടികൂടിയ പ്രതികളിൽ ഒരാളെ കൈവിലങ്ങണിയിച്ച നഗരത്തിലൂടെ പരേഡ് ചെയ്യിപ്പിച്ചിരുന്നു. ഇയാളെ കൊണ്ട് നിർബന്ധിതമായിട്ട് സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം കൂടി ചൊല്ലിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇതിന് പിന്നാലെയാണ് മുസ്ലിമുകൾക്ക് ജിമ്മിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഭോപ്പാൽ പോലീസും രംഗത്തെത്തുന്നത്. മുസ്ലിമുകൾക്ക് പ്രവേശനം നിഷേധിച്ചത് ഇൻസ്പെക്ടർ ദിനേശ് ശുക്ലയാണ്. ബജ്രംഗ് ദൾ അംഗങ്ങൾക്കൊപ്പം ഇരിക്കുന്ന ഇൻസ്പെക്ടർ ദിനേശ് ശുക്ലയെ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. ഒരു മുഹമ്മദീനെയും ഇനി ഇവിടെ പരിശീലിപ്പിക്കാൻ പാടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ദിനേശ് ശുക്ല തനിക്ക് ചുറ്റുമുള്ള ആളുകളോട് പറയുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം. ലവ് ജിഹാദ് പോലെയുള്ള ആശയങ്ങൾക്ക് വലിയ പ്രചാരണം നൽകുന്ന വലതുപക്ഷ ഗ്രൂപ്പുകളുടെ ഭാഷയാണ് ഇവിടെ ദിനേശ് ശുക്ല ഉപയോഗിച്ചിരിക്കുന്നത്. ജിമ്മിൽ മുസ്ലിങ്ങളെ വ്യായാമം ചെയ്യിക്കാൻ അനുവദിക്കുകയോ ട്രെയിനറായി നിയമിക്കുകയോ ചെയ്യരുത് എന്ന പരാമർശം നടത്തിയ പോലീസുകാരനെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടും DCP മഹാവീർ സിംഗ് ഉത്തരവിറക്കിയിട്ടുമുണ്ട്. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നത്. ജിമ്മിൽ ട്രെയിനർമാരായി മുസ്ലിംകൾ വരുന്നതിനെതിരെ ബജ്രംഗ് ദൾ കുറച്ചു ദിവസം മുൻപ് രംഗത്ത് വന്നിരുന്നു. തുടർന്ന് നഗരത്തിലെ ജിമ്മുകളിൽ പ്രവർത്തകർ വ്യാപകമായി പരിശോധനയും നടത്തിയിരുന്നു. തുടർന്നുണ്ടായ ചർച്ചയ്ക്കിടയിലാണ് ദിനേശ് ശർമ്മ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയത്. അടുത്ത കാലത്ത് ലവ് ജിഹാദ് എന്ന പദത്തെ മറയാക്കി സംസ്ഥാനത്തൊട്ടാകെ മുസ്ലിമുകൾക്കെതിരെയുള്ള ആക്രമണം ഹിന്ദുത്വവാദികൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു. നിയമപരമായി ഈ വാക്കിന് അടിസ്ഥാനമില്ല. എന്നാൽ ഹിന്ദു സ്ത്രീകളെയും മുസ്ലിം പുരുഷന്മാരെയും വിവാഹം കഴിക്കുന്ന സാഹചര്യത്തെ ഇവർ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. 2024 ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് അനുസരിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ട വിദ്വേഷ പ്രസംഗങ്ങളിൽ പകുതിയിലും ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, വോട്ട് ജിഹാദ് തുടങ്ങിയ പദങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ലവ് ജിഹാദ് അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഹിന്ദുക്കളല്ലാത്ത ജിം പരിശീലകർ ഹിന്ദു പേരുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ആരോപിച്ച ഹിന്ദുത്വ സംഘടനകളിൽ നിന്നും പരാതി ലഭിച്ചതായും പോലീസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും മധ്യപ്രദേശിൽ ഡോക്ടർ മോഹൻ യാദവിന്റെ സർക്കാരിന് കീഴിൽ ലവ് ജിഹാദിലോ ലാൻഡ് ജിഹാദിലോ ഏർപ്പെടുന്ന ആളുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭോപ്പാൽ MP അലോക് ശർമ്മ ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവിക്കുന്നത്. അലോക് ശർമ്മ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഇതാദ്യമല്ല. അടുത്തിടെ ലവ് ജിഹാദിൽ ഉൾപ്പെട്ടവർക്കുള്ള ശിക്ഷ ബന്ധീകരണം നടത്തണമെന്നും ഈ പോലീസുകാരൻ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇയാൾക്ക് പുറമെ മധ്യപ്രദേശ് മന്ത്രി വിശ്വാസ് സാരം ഇത്തരം വ്യക്തികളുടെ നെഞ്ചിൽ വെടിവെക്കുമെന്നാണ് പറഞ്ഞത്. BJP പൂർണ്ണമായും കൈയടക്കി വെച്ചിരിക്കുന്ന മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ പൂർണ്ണമായും പോലീസിനെയും കാവ്യവൽക്കരിച്ചു കഴിഞ്ഞു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്.